നീയൊക്കെ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. കണ്ടല്ലോ, നിന്റെ വിരല് മുറിക്കാൻ ഇത് മതി. അതുകൊണ്ട് ചോദിക്കുന്നതിനുള്ള മറുപടി വേഗം പറ. ഞങ്ങളുടെ കുഞ്ഞെവിടെയുണ്ട്? ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ? ഹലോ, ജെനി പൂജപ്പുര പോലീസ് സ്റ്റേഷനിലുണ്ട്. മാങ്ങോട് ക്ഷേത്രത്തിന് മുമ്പിൽ ആരോ കൊച്ചിനെ കൊണ്ട് കിടന്നിട്ട് പോയത്. സാർ, ഒരു 7-8 വയസ്സ് പ്രായം വരും. ചെക്ക് ഷർട്ടും ബ്ലൂ ജീൻസും, അതായിരുന്നു വേഷം. തമ്പാനൂർ സ്റ്റേഷൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവളിപ്പോ എവിടെ ഉണ്ട്? അവര് മോളെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. നിന്നെ എത്ര പേരെ കൊണ്ട് വിളിക്കുക? എന്താ നീ ഫോൺ എടുക്കാത്തത്? ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ല. മോർഫിൻ ഹെവി ഡോസ് ഇഞ്ചക്ഷൻ്റെ ഇത് നോർമലാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. മോക്കൊരു കുഴപ്പമില്ല ഉസാക്ക. ഞാൻ ഭീമാപ്പള്ളിയിൽ നേർച്ച നേർന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യണം. നീ കരയാതിരിക്കണേ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. പിന്നെ മൂസാക്ക വരുമ്പോ ഒരു ഫുഡും കൂടെ എടുത്തോണ്ട് പോവാം. ടച്ചിങ്സ് വേണ്ടേ? ടച്ചിങ്സും വേണം. മിച്ചർ 100 പക്കോടോടെ വാങ്ങിച്ചോ. ശരിക്ക, പെട്ടെന്ന് വാ. ആശുപത്രിയാണ്. സൈലന്റ് ആയിട്ട് പാടും. റോയി കിടന്ന് ഉറങ്ങാനാണ്. ഒന്നാ നീ സൈലന്റ് ആയിട്ട് പാട്. അതെ. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. സൈമൻ വന്നു. വെള്ളം ഒഴിക്കാതെ പറഞ്ഞോടി. ഞാൻ അവനെ കണ്ടിട്ടോ. തിന്നടി, തീർക്കല്ലേ. സൈമാടാ,
അവളാണ്ട് അകത്തുണ്ട്. ഒരു കുഴപ്പമില്ല, കൊച്ചിനൊരു കുഴപ്പമില്ല. നീ വരണ്ട, അടി വാ വേണ്ട, വാ. ഞാൻ ആ വരാം. ഒന്നുണ്ട്. നീ പോയി കൊച്ചിനെ കണ്ടു കേട്ടാ. അവളകത്തുണ്ട്. പോയിട്ടോ പോയിട്ടോ. എൻ്റെ മോള് ഡാൻസ് പഠിത്തം ഞാൻ നിർത്തി കേട്ടോ. ഓക്കെ സാർ, ശരി സാർ. ഡാ, നീ ഇതെവിടെയായിരുന്നല്ലോ സൈമ? ഫോൺ ചെയ്താൽ പോലും എടുക്കാതെ എന്താ നീ വല്ലാതിരിക്കുന്നത്? അപ്പാ, ഇവിടെ നടക്കുന്ന ചൈൽഡ് മിസ്സിംഗ് കേസിന്റെ ഒക്കെ പിറകിലാരെന്ന് അപ്പനറിയോ? ആ, അതന്വേഷിക്കുന്നുണ്ടല്ലോ. അർജുനെ പോലെ ഒരുത്തനാണ് ഇതിന്റെയൊക്കെ പിറകിലെങ്കിൽ അപ്പൻ എന്ത് ചെയ്യാൻ പറ്റും? എടാ സൈമ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടാൻ പോകരുത്. എടാ, അർജുനെ അപ്പം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ പുറകെ പോയി ഒരുത്തനെ പച്ചയ്ക്ക് കത്തിച്ചത്. അർജുനെ പോലെ ഒരുത്തനെ പൊക്കി അകത്തിടണമെങ്കിൽ അത് അതുപോലത്തെ ഒരു ലോകമായിരിക്കണം. ആരാ? ജോമന്റെ വീടല്ലേ? നിങ്ങളാരാ? മനസ്സിലായില്ല. ഞാൻ സൈമൺ, ജോമന്റെ ഫ്രണ്ട്സാ. സൈമൺ? അങ്ങനെ ഒരു ഫ്രണ്ട് അവനില്ലായിരുന്നല്ലോ. സാറേ, ഒരു ഐപോഡ്. ആരാടാ നീയൊക്കെ? നിനക്കൊക്കെ എന്താ വേണ്ടേ? അല്ല, ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതവന് അവസാനമായിട്ടൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല. കത്തിച്ചു കളഞ്ഞില്ലേ നീയൊക്കെ? കത്തിച്ചു? പിന്നെ ഏത് ജോമോനെ തിരക്കിയാടാ നീയൊക്കെ വന്നിരിക്കുന്നത്? ഇനി ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നുണ്ടല്ലോ, തീർക്കും ഞാൻ എല്ലാത്തിനും. ഇറങ്ങി പോടോ. ആ ഐപോഡിനകത്ത് എന്തോ ഉണ്ട്. ഏത് ഐപോഡ്? നമ്മൾ അർജുന് കൊടുത്ത ഐപോഡ്. എടാ, നീ എന്നെ അടിക്കത്തില്ല, ഞാൻ ഒരു സത്യം പറയാം. അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അതെങ്ങനെ നിനക്കറിയാം? ഇത് വല്ലതുണ്ടോ ഓർത്തുകൊണ്ട് ഞാൻ കോപ്പി ചെയ്താ. അതിൻ്റെ അകത്തൊരു തേങ്ങയില്ല. ആകെ ഉള്ളത് കുറച്ച് ഫോട്ടോസും കുറേ പേരുടെ അഡ്രസ്സും. ഇതിലൊന്നും ഇല്ലടാ, ഞാൻ നോക്കിയതല്ലേ. ഒന്നും വേണ്ടാതിരിക്കുക. എടാ, അർജുനെ അപ്പം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ പുറകെ പോയി ഒരുത്തനെ പച്ചയ്ക്ക് കത്തിച്ചത്. ആ ഐപോഡ് കേസില്ലേ, ജോമോ ഡോക്ടർ. ഡോക്ടർ ജോമോൻ അവനാള്. ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു പോയിട്ടില്ല, പക്ഷെ അവൻ കമ്മീഷണർ കണ്ട പിന്നെ പണിയാ. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തോ ഉണ്ട്. ഇവരൊക്കെ ആരാന്ന് നമുക്കറിയണം. അശ്വതിക്ക് എന്താ പറ്റിയത്? ആക്സിഡന്റ് ആയിരുന്നു. ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്? ക്യൂൻ ഹോസ്പിറ്റലില്. അപ്പൊ തന്നെ ICU കയറ്റി. പിന്നെ പറഞ്ഞു ബ്രെയിൻ ഡെത്ത് ആണെന്ന്. ഗവൺമെന്റിൽ നിന്ന് ലീവിന് വീട്ടിൽ വന്ന് നിന്നതോ. ചെറിയൊരു തലവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നതാ അസുഖം എനിക്കറിയില്ല മോനെ. ഏത് ഹോസ്പിറ്റലാ? ഇവിടെ അടുത്തുള്ള വലിയൊരു ആശുപത്രിയാ, ക്യൂൻ. പിന്നെ എൻ്റെ മോള് മറ്റുള്ളവരിലൂടെ ജീവിക്കുമെന്ന് അറിഞ്ഞപ്പോഴാ ഞാനതിന് സമ്മതിച്ചത്. നൗഷാദ് കാ, നമ്മളെ കായംകുളം ഷാജാൻ യൂണിറ്റിലെ അഫ്സലിന്റെ നമ്പറും തരുമോ? എന്തു പറ്റി സൈമോ? ഒന്നുമില്ല, കാര്യം ഞാൻ നേരിട്ട് പറയാം. എടാ, അഫ്സൽ മരിച്ചിട്ട് 3 മാസമായി. എടാ, അഫ്സൽ പെയിന്റർ ആയിരുന്നേ. ഏതൊരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വീണാ മരിച്ചത്. 2 പിള്ളേരും കൊണ്ട് ഫാമിലി കുറച്ച് കഷ്ടത്തിലാ. എടാ, നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യണം. പിന്നെ അത് ചെയ്യാക്കാം. ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്? ക്വീൻസ് ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റ് ചെയ്തിരുന്നത്. ക്യൂൻ ഹോസ്പിറ്റലിൽ.